മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവിന്റെ പങ്ക് ആലപ്പുഴയിലെ ഈ മയക്കുമരുന്ന് കടത്തിൽ വളരെ വ്യക്തമായിരുന്നതാണ്. അവിടുത്തെ ഒരു ജനപ്രതിനിധിയുടെ മകനെ അടക്കം അറസ്റ്റ് ചെയ്തിരുന്നതാണ്. അവസാനം അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ കേസിൽപ്പെട്ടു. കേരളത്തിലെ മയക്കുമരുന്നിന്റെയും അതുപോലെയുള്ള വസ്തുക്കളുടെയും മുഴുവൻ വിപണനം, ആ വിപണനം നടത്തുന്നവരുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും സർക്കാരിനുമുള്ള ബന്ധം അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് പല ഉദ്യോഗസ്ഥന്മാരും വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരു നടപടിയെടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ നടപടിയെടുക്കുമ്പോൾ ഉടനെ മുകളിൽ നിന്ന് വിളി വരുന്നു. അതുകൊണ്ട് കേരളത്തിലെ മയക്കുമരുന്നിനെയും ആ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാർക്കോട്ടിക് ഉൾപ്പെടെ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ കേരളത്തിൽ ഇത്ര വലിയ വ്യാപനം ഉണ്ടാകുന്നത് കേരളത്തിൽ ഭരണം നടത്തുന്ന ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടിയാണ്. അത് അവരുടെ കൂട്ടത്തിലുള്ള തുടക്കത്തിൽ അവർ കച്ചവടം മാത്രമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക, ഇപ്പൊ അവരുടെ ആൾക്കാർ ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ടാവും.